അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തിരിക്കുന്നു. രണ്ട് സഹാബാക്കൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും അടുത്ത, ഏറ്റവും നല്ല യോഗ്യതയുള്ള സഹാബിയാണല്ലോ. ഒരു കാര്യം നടക്കുന്നു നമ്മളുടെ അടുത്ത മസ്ജിദിൽ. ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ പറയുന്നത്. നമ്മളുടെ അടുത്ത മസ്ജിദിൽ ഒരു കാര്യം നടക്കുന്നു. സുബഹി നമസ്കാരത്തിന് ശേഷം കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി വട്ടം കൂടിയിരിക്കുന്നു. എന്നിട്ട് ഒരാള് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ബാക്കി എല്ലാവരും അത് കേട്ട് ഉറക്കെ ഇങ്ങനെ ഒച്ചത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം പറയുന്നു. പിന്നെ വേറെ ദിക്ർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ കുറച്ച് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി. ഇവരുടെ അടുക്കലേക്ക് വന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയിട്ട് അവരുടെ മുമ്പിൽ നിന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ദിക്ർ ചൊല്ലുകയാണ്, ദിക്റിലായി കഴിഞ്ഞുകൂടുകയാണ്, ഞങ്ങൾ കൂട്ടമായ നിലയിൽ ദിക്ർ ചൊല്ലുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണെന്ന്? സ്വന്തം അദ്ദേഹം പറഞ്ഞു പരിചയപ്പെടുത്തി. അന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. എന്താ പറയാൻ കാരണം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബാക്കൾക്കിടയിൽ അത്രയും പ്രമുഖനാണ്, അത്ര പ്രശസ്തനായ ആലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച ആളാണ്. സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിങ്ങളോട് ഏതെങ്കിലും കാര്യം, ദീനിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ആ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചോ, പിന്നെ പരിശോധിക്കണ്ട. മാ ഖാല ലക്കും ഇബ്നു ഉമ്മി അബ്ദിൻ ഫസദ്ദിഖു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പിന്നെ ആരോടും ചോദിക്കണ്ട, അതങ്ങനെ തന്നെ സമ്മതിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർട്ടിഫിക്കറ്റാണ്. അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ്. തങ്ങളുടെ വുളൂഇന്റെ പാത്രം ഞാനാണ് കൊണ്ടു നടന്നത്, തങ്ങളുടെ തലയിണ ഞാനാണ് കൊണ്ടു നടന്നത്, തങ്ങളുടെ മിസ്വാക്ക് എന്റെ കയ്യിലായിരുന്നു, തങ്ങളുടെ ചെരിപ്പ് ഞാനാണ് സൂക്ഷിച്ചിരുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഫറിലും ഹളറിലും യാത്രയിലും നാട്ടിലും ഞാൻ എപ്പോഴും സഹവസിച്ചവനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് രണ്ടാമതൊരു കാര്യം നിങ്ങൾ പറയണം. ഒന്നുകിൽ നിങ്ങൾ പറയണം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെക്കാളും അറിവുള്ളവരും ഉയർന്നവരും നല്ല കാര്യം ചെയ്യുന്നവരുമാണ് എന്ന് പറയണം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വഴികേടാണ്, ലലാലത്താണ്, ബിദ്അത്താണ് എന്ന് പറയണം, സമ്മതിക്കണം. എന്താണ് നിങ്ങൾ പറയുന്നത്? രണ്ടിലേതെങ്കിലും ഒരു കാര്യം. അദ്ദേഹം സത്യം ചെയ്താ പറഞ്ഞത്, ഫവല്ലദി നഫ്സി ബിയദിഹി, പറയും, അൻതും അഹ്ദാ മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അൻതും അലാ ലലാല എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് ഓടിച്ച് വിട്ടെല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോയുള്ളൂ. എന്താ ദിക്ർ ചെയ്യുന്നത് തെറ്റാണോ? ദിക്ർ ചെയ്യുന്നത് തെറ്റാണോ? നമ്മൾ ചോദിക്കും. ഉറക്കെ പറയുന്നത് തെറ്റാണോ? ഒറ്റയ്ക്ക് ദിക്ർ ചെയ്യാമെങ്കിൽ 10 പേര് കൂടിയിരുന്ന് പറയുന്നത് തെറ്റാണോ? ചോദിക്കാം എല്ലാവർക്കും. ഓരോന്നും നോക്കുമ്പോ ശരിയാ, ഓരോന്ന് നോക്കുമ്പോ ശരിയാ. ദിക്ർ ചൊല്ലാം, ഉറക്കെ പറയണോ? പറഞ്ഞു. പല ദിക്റും ഉറക്കെ പറയാറില്ലേ? നമസ്കാരത്തിൽ തക്ബീർ ചൊല്ലുമ്പോ ഇമാം ഉറക്കെ ദിക്ർ ചൊല്ലാറുണ്ട്. പെരുന്നാളിന്, വലിയ പെരുന്നാളിന് തക്ബീർ ചൊല്ലുന്നു, ചെറിയ പെരുന്നാളിന് തക്ബീർ ചൊല്ലുന്നു, ഉറക്കെ പറയാറുണ്ട്. അയ്യാമു തശ്രീഖിൽ തക്ബീർ ചൊല്ലാറുണ്ട് ഉറക്കെ. അതുകൊണ്ട് ഉറക്കെ തക്ബീർ ചൊല്ലാം. പിന്നെന്താ കുഴപ്പം? കൂട്ടമായിട്ട് തക്ബീർ ചൊല്ലുക. എല്ലാവരും കൂടെ നമസ്കാരത്തിന് ശേഷം ഇരുന്ന് തസ്ബീഹാത്ത് ഓതുന്നില്ലേ? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ പറയുന്നില്ലേ? അപ്പൊ ഒരുമിച്ചിരുന്ന് പറയാറുണ്ട് തസ്ബീഹ്, ദിക്ർ, തക്ബീർ. ഒച്ചത്തിൽ പറയാറുണ്ട്. തക്ബീർ പറയാൻ അനുവാദമുണ്ട്, നമസ്കാരത്തിന് ശേഷം പറയാൻ അനുവാദമുണ്ട്. ശരിയാണ്, അവർ പറയുന്ന വാദം ശരി. ഇപ്പോഴത്തെ വാദമല്ല ഇങ്ങനെ. എന്താ ഇവിടെ കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഏത് കാര്യം ഇബാദത്തായി അംഗീകരിക്കപ്പെട്ട് നടപ്പിലാക്കിയില്ലയോ അങ്ങനത്തെ ഒരു കാര്യം പിന്നീട് ആർക്കും നടപ്പിലാക്കാൻ അവകാശമില്ല.
അതാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദാണ്, എനിക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ചെയ്തത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. കാരണം സഹാബാക്കൾ നിങ്ങളുടെ ഈ മാർഗം സ്വീകരിക്കാത്തിടത്തോളം കാലം അവരെക്കാൾ നല്ലവരാണ് നിങ്ങളെന്നോ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്നോ അംഗീകരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ചെയ്യുന്നത് പിഴച്ച പ്രവൃത്തിയാണ് ദിക്ർ ചൊല്ലുന്നതിനെ കുറിച്ച്. ഇന്നാരെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞാൽ എന്നെ വരെ സമ്മതിക്കൂല. ഇതിപ്പോ നിങ്ങൾ പിന്നീട് എന്ത് ചർച്ച ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് എന്താ കാരണം? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓരോന്നിനും ഓരോ സ്ഥലം സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെയാണ് അത് ചെയ്യേണ്ടത്. പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അയ്യാമു തശ്രീഖിൽ അറഫാ ദിവസത്തിൽ തക്ബീർ ഉറക്കെ പറയണമെന്ന് പറഞ്ഞാൽ അന്ന് തക്ബീർ ഉറക്കെ പറയണം. പക്ഷെ അയ്യാമു തശ്രീഖ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ദിവസം കൂടെ പറയാം. പെരുന്നാളിന് പറഞ്ഞല്ലോ 3 ദിവസം പറഞ്ഞെങ്കിൽ ബാക്കി 2 ദിവസം കൂടെ പറയാം. 3-ാമത്തെ ദിവസം ദുൽഹജ്ജ് 13-ന്റെ അന്ന് അസറോട് കൂടി തക്ബീർ തീരുമെന്ന് പറഞ്ഞു. അസറിന് ശേഷം അല്ലാതെ ഇന്ന് പറഞ്ഞതല്ലേ മഗ്രിബ് ഇശായ്ക്കും കൂടെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് ആരെങ്കിലും മഗ്രിബ് ഇശായ്ക്കും പറഞ്ഞാൽ പാടില്ല, തെറ്റാണത്. തക്ബീർ മഗ്രിബിന് ശേഷം പറഞ്ഞു. ഇപ്പൊ അസറിന് പറഞ്ഞതാണല്ലോ, പിന്നെന്താ മഗ്രിബിന് ശേഷം പറഞ്ഞ പാടില്ല? കാരണം അസർ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പൊ തക്ബീർ ചൊല്ലുന്നതാണ്. പക്ഷെ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു തരാത്ത സമയത്ത് ഇബാദത്തല്ല.